എന്നും ദോശയും ഇഡലിയാണോ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ മോനുണ്ടാക്കി കൊടുക്കുന്നൊരു വിഭവമാണ് ഈ ആലു പൊറോട്ട. നോർത്ത് ഇന്ത്യൻസ് ഇതിനെ ആലു പറാഠ എന്ന് വിളിക്കും. എന്നാൽ ഉണ്ടാക്കി നോക്കിയാലോ? വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ. ആലു പൊറോട്ട ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായത് 2 കപ്പ് ഗോതമ്പ് മാവാണ്. അത് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ മാവാണ് ഏറ്റവും നല്ലത്. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഒരു സ്പൂണോളം ഓയിൽ ചേർക്കുക. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ പൊടിക്കും കൂടെ ലൂസായിട്ട്, ഒത്തിരി അങ്ങ് ലൂസാവുകയും ചെയ്യരുത്, എന്നാൽ ചപ്പാത്തിയുടെ കൺസിസ്റ്റൻസി അല്ലതാനും. കുറച്ചും കൂടെ ഒരു വെള്ളം വേണം. കുറച്ചും കൂടെ വെള്ളത്തിൽ അത് കുഴച്ച് എടുക്കുക. ആലു പൊറോട്ട ഉണ്ടാക്കാനായിട്ടുള്ള ആലു 3 എണ്ണം എടുത്തിട്ടുണ്ട്. അത് പുഴുങ്ങി പൊടിച്ച് ഉപ്പ് ചേർത്ത് സ്മൂത്തായിട്ട് അതിൻ്റെ കട്ട ചെറിയ ചെറിയ ഇതെല്ലാം ഉടച്ച് ഇങ്ങനെ വച്ചേക്കുവാണ്. ഈ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊക്കെ വെച്ചാൽ ഒരു സവോള കൊത്തിയരിഞ്ഞത് നമുക്ക് വേണം. പിന്നെ ഒരു 1/4 സ്പൂണ് കസൂരി മേത്തി വേണം. 2 സ്പൂണ് മല്ലിയില ചോപ്പ് ചെയ്തത്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. 1/2 സ്പൂൺ മല്ലിപ്പൊടി. ഇത് അയമോദകമാണ്. അതൊരു പിഞ്ച് ഇങ്ങനെ ഓപ്ഷണലാണ് കേട്ടോ. വീട്ടിലുണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ വേണ്ട. പിന്നെ വേണ്ടത് 1/4 സ്പൂൺ ജീരകം. അത് ഈ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് കൊടുക്കാനൊക്കെ വളരെ നല്ലതാണ് ഈ ജീരകം. പിന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം കൊത്തിയരിഞ്ഞെടുത്ത് ഇഞ്ചി. പിന്നെ വേണ്ടത് ഒരു ചെറിയ പച്ചമുളകാണ്. അത് നല്ല പറ്റാവുന്ന പോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ ഒരു 1/2 സ്പൂൺ നാരങ്ങാനീര്. അതൊരു ചെറിയൊരു പുളിരസം പൊറോട്ടയ്ക്ക് കൊടുക്കും. പിന്നെ ഒരു ചെറിയൊരു റെഡും ഓറഞ്ച് കളർ വരും. ഈ കാശ്മീരി ചില്ലി പൗഡറാണ്. അത് മഞ്ഞൾപ്പൊടിയും കൂടെ ചേരുമ്പോഴത്തേക്കും ഒരു ഓറഞ്ച് കളർ കിട്ടുന്നു. ചിലർ ഇത് സെപ്പറേറ്റൊക്കെ വഴറ്റി ചേർക്കും കേട്ടോ. ഒരു തവയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് സവോള വഴറ്റിയിട്ട്, അപ്പോൾ സവോളയൊന്ന് സ്മൂത്താവും. പക്ഷെ ഇവിടെ മോനിഷ്ടം ഇങ്ങനെ പച്ചക്ക് ഇച്ചിരി കടിക്കുന്ന ഒരു പരുവത്തിലായ കാരണം ഞാനിത് അതേപോലെ തന്നെ ഇടുവാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല കട്ടകളെല്ലാം ഉടച്ച് പൊടികളെല്ലാം ഉരുളക്കിഴങ്ങുമായിട്ട് ചേരുന്ന പാകത്തിന് കുറച്ച് വലിപ്പത്തിൽ ഒരു ഉരുള മാവ് എടുക്കുക കേട്ടോ. അതിനകത്തേക്ക് ഇതിൻ്റെ ഫില്ലിങ്സ് ഒരു ചെറിയ ഉരുള ഇതാക്കിയെടുത്ത് വച്ചു കൊടുക്കുക. നമ്മൾ കൊഴുക്കട്ടയ്ക്കൊക്കെ വയ്ക്കില്ലേ, അതുപോലെ വെച്ച് ഇതിങ്ങനെ കവർ ചെയ്ത് എടുക്കുക. പിന്നെ മിച്ചം മാവ് ഇവിടെ വരുവാണെങ്കിൽ അതിങ്ങനെ എടുത്ത് മാറ്റാവുന്നതാണ്. നന്നായിട്ട് കവർ ചെയ്യുന്ന ഭാഗത്തിന് ഇങ്ങനെ വെച്ചിട്ട് ചെറുതായിട്ട് മാവിൽ തന്നെ വെച്ച് പ്രസ് ചെയ്ത് ഒന്ന് പരത്തുക. നല്ല വട്ടത്തിൽ പരത്തി രണ്ട് വശവും തിരിച്ചും മറിച്ചും ഇട്ട് അത്യാവശ്യം
ഒരു വട്ടത്തിൽ പരത്തിയെടുക്കണേ. അതിന് പൊടി മാക്സിമം തട്ടിക്കളഞ്ഞിട്ട് നമ്മുടെ പലകയിലേക്ക് വെച്ചിട്ട് സ്മൂത്തായിട്ട് പരത്തണം. പൊട്ടാതെ സ്മൂത്തായിട്ട് പരത്തി എടുക്കുക. തവ ചൂടായി കഴിയുമ്പോൾ ഓയിലോ നെയ്യോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് തവയിൽ തൂത്ത് പൊറോട്ട തിരിച്ചും മറിച്ചും ഇട്ട് ചുട്ടെടുക്കാം. അതിൻ്റെ വീതം കുറച്ച് തൂക്കാം കേട്ടോ നമുക്ക് ഓയിൽ, എങ്കിലത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഫ്ലെയിം മീഡിയത്തിലിടണം കേട്ടോ. ഒരു വശം ചൂടായി കഴിയുമ്പോൾ തിരിച്ചിടുക. ഇപ്പോൾ നമ്മുടെ ആലു ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. നമുക്ക് അച്ചാറോ തൈരോ ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. നോർത്ത് ഇന്ത്യൻസ് എപ്പോഴും അങ്ങനെയാണ്, അച്ചാർ തൈര് ഒക്കെ കൂട്ടിയാണ് അവർ ഇത് കഴിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ആലു ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അച്ചാറിൻ്റെയോ സാലഡിൻ്റെയോ ഒക്കെ കൂടെ നമുക്ക് കഴിക്കാം. വെരി ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.